വയനാട് കേണിച്ചിറ എടക്കാടിൽ നിന്ന് പിടികൂടിയ കടുവയുടെ ആരോഗ്യസ്ഥിതിയിൽ പുരോഗതി. ഇരുളം വനം വകുപ്പ് കേന്ദ്രത്തിൽ ചികിത്സയിലുള്ള കടുവയുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടാൽ നെയ്യാർ ലയൺ സഫാരി പാർക്കിലേക്ക് മാറ്റും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കേണിച്ചിറ എടക്കാട് മേഖലയിൽ ഇറങ്ങി 4 വളർത്തുമൃഗങ്ങളെ ആക്രമിച്ചു കൊലപ്പെടുത്തിയ കടുവയെ വനംവകുപ്പ് കൂടുവെച്ച് പിടികൂടിയത്. തോൽപ്പട്ടി 17 എന്ന ആൺകടുവ നിലവിൽ ആക്രമണ സ്വഭാവം കാണിക്കുന്നില്ലെന്നും തീറ്റയെടുക്കുന്നുണ്ടെന്നും വനംവകുപ്പ് വ്യക്തമാക്കി. വനംവകുപ്പ് വെറ്റനറി സർജന്റെ നിർദ്ദേശപ്രകാരം കൃത്യമായ പരിചരണം കടുവയ്ക്ക് നൽകുന്നുണ്ട്. മുറിവുകൾ കരിഞ്ഞ് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനു ശേഷം കടുവയെ നെയ്യാർ ലയൺ സഫാരി പാർക്കിലേക്ക് മാറ്റാനാണ് തീരുമാനം. കൂട്ടിലടയ്ക്കപ്പെട്ട കടുവയെ തിങ്കളാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് ഇരളം സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയത്. പരിശോധനയിൽ കടുവയുടെ ആരോഗ്യസ്ഥിതി മോശമാണെന്ന് കണ്ടെത്തിയിരുന്നു. കടുവയുടെ ഇടതു കോമ്പല് നഷ്ടപ്പെട്ട നിലയിലായിരുന്നു. മറ്റു 3 കോമ്പലുകൾ തേഞ്ഞു പോയിട്ടുണ്ട്. വയറുകൾ ഒട്ടിയ നിലയിലാണെന്നും തീറ്റയെടുത്തിട്ട് ഒരാഴ്ചയായെന്നുമായിരുന്നു വനംവകുപ്പിന്റെ നിരീക്ഷണം. ശരീരഭാഗങ്ങളിൽ ചെറിയ മുറിവുകൾക്കൊപ്പം പ്രായാധിക്യം മൂലമുള്ള പ്രശ്നങ്ങളും കടുവയെ ബാധിച്ചിരുന്നു. അമൃത ന്യൂസ്, വയനാട്.